Welcome to Easy Learning English Grammar Class Day 10. Today is the 10th day of our learning session and we are learning perfect continuous tense. There are three types of perfect continuous tense: present perfect continuous tense, past perfect continuous tense and future perfect continuous tense. ഇന്ന് നമുക്ക് present perfect continuous tense എന്താണെന്ന് മനസ്സിലാക്കാം. It is used to describe an action started in the past and is continuing in the present. അതായത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എക്സാമ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇനി നമുക്ക് സെന്റൻസസും അതിന്റെ സ്ട്രക്ചറും മനസ്സിലാക്കാം. ഇവിടെ അഫർമേറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ് ആൻഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ കൂടി നോക്കാം. അഫർമേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വരുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് വേർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് നോട്ട് ബീൻ ഓർ ഹാവ് നോട്ട് ബീൻ പ്ലസ് ing ഫോം ഓഫ് വേർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഹെൽപ്പിംഗ് വേർബും മെയിൻ വേർബും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൂടെ മനസ്സിലാക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഹെൽപ്പിംഗ് വേർബാണ് ഹാസ് ബീനും ഹാവ് ബീനും. മെയിൻ വേർബ് വരുമ്പോൾ അത് ing ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹാസ് ബീനും ഹാവ് ബീനും ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യുന്നൂടെ മനസ്സിലാക്കാം. ഐ, വി, യു, ദേ ഈ സബ്ജക്ട്സിന്റെ കൂടെ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹി, ഷീ, ഇറ്റ് ഓർ എനി സിംഗുലർ നൗൺ വരുമ്പോൾ അതിന്റെ കൂടെ ഹാസ് ബീനുമാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സെന്റൻസ് ടൈപ്പിനും ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് വൺ ബൈ വൺ മനസ്സിലാക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാവ് ബീൻ ഹെൽപ്പിംഗ് വെർബ് വന്നതിന് ശേഷമാണ് മെയിൻ വെർബ് അവിടെ വന്നിരിക്കുന്ന ing ഫോമോട് ചേർന്ന്. ഇനി അതിന്റെ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഐ ഹാവ് നോട്ട് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാവ് ഐ ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഹാവേലാണ്. സബ്ജക്റ്റ് വന്നതിന് ശേഷമാണ് ബീൻ വന്നേക്കുന്നത്. ഹാവ് ഐ ബീൻ. ഇനി രണ്ടാമത്തെ സെന്റൻസ് മനസ്സിലാക്കാം. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015. അവൾ 2015 തൊട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഷീ എന്ന സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഹാസ് ബീൻ ആണ് ഹെൽപ്പിംഗ് വെർബ് വന്നിരിക്കുന്നത്. അടുത്തത് നെഗറ്റീവ് സെന്റൻസ്. ഷീ ഹാസ് നോട്ട് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015. 2015 തൊട്ട് അവൾ ഇവിടെ ജോലി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2015. അവള് 2015 തൊട്ട് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഹാസ് വന്നതിന് ശേഷം സബ്ജക്റ്റ് വന്നതിന് ശേഷമാണ് ബീൻ വന്നേക്കുന്നത്. ഹാസ് ഷീ ബീൻ. ഇനി അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്. അവര് രാവിലെ തൊട്ട് ക്രിക്കറ്റ് കളിക്കുകയാണ്. രാവിലെ തുടങ്ങിയ കാര്യമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാവ് ബീൻ എന്ന ഹെൽപ്പിംഗ് വെർബാണ് അവിടെ വന്നിരിക്കുന്നത്. നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ദേ ഹാവ് നോട്ട് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്. അവർ രാവിലെ തൊട്ട് ക്രിക്കറ്റ് കളിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാവ് ദേ ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്. അവർ രാവിലെ തൊട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത സെന്റൻസ് ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കാം. മൈ ബ്രദർ ഹാസ് ബീൻ വാച്ചിങ് TV ഫോർ an hour.
1 മണിക്കൂറായിട്ട് എൻ്റെ ബ്രദർ TV കാണുകയാണ്. അത് പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈ ബ്രദർ എന്ന സിംഗുലർ നൗൺ അവിടെ വന്നപ്പോൾ ഹാസ് ബീൻ എന്ന ഹെൽപ്പിംഗ് വെർബാണ് അവിടെ ചേർന്നിരിക്കുന്നത്. അതിന്റെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം. മൈ ബ്രദർ ഹാസ് നോട്ട് ബീൻ വാച്ചിങ് TV ഫോർ ആൻ അവർ. എൻ്റെ ബ്രദർ 1 മണിക്കൂറായിട്ട് ടെലിവിഷൻ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോഴോ ഹാസ് മൈ ബ്രദർ ബീൻ വാച്ചിങ് TV ഫോർ ആൻ അവർ. എൻ്റെ ബ്രദർ 1 മണിക്കൂറായിട്ട് TV കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാം കീ വേർഡ്സ് ദാറ്റ് ഓഫൺ ഇൻഡിക്കേറ്റ് ദിസ് ടെൻസ്. അതായത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കീ വേർഡ്സ്. ആദ്യത്തേത് ഫോർ. യൂസ് വിത്ത് ഡ്യൂറേഷൻ. ഡ്യൂറേഷനെ കാണിക്കാനാണ് ഫോർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ മനസ്സിലാക്കാം. ഫോർ 2 hours, ഫോർ എ വീക്ക്, ഫോർ എ മന്ത് എക്സെട്ര. അടുത്തത് സിൻസ്. യൂസ് വിത്ത് പോയിന്റ് ഓഫ് ടൈം. അതായത് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സിൻസ് മോർണിംഗ്, സിൻസ് 2010 ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കീവേഡ്സ് നമ്മൾ പഠിച്ച എക്സാമ്പിൾസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മനസ്സിലാക്കാനുള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലേണിംഗ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.